നമസ്കാരം. മറയൂരിലെ നിറസാന്നിധ്യവും വാഗുവര ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്ന സെൽവിൻ രാജിൻ്റെ വിയോഗത്തിൽ മറയൂർ പൗരാവലി അനുശോചനം രേഖപ്പെടുത്തി. സെൻറ് മേരീസ് സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിച്ച മൗനജാഥ ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസിനടുത്ത് സമാപിച്ചു. அவருடைய மனது நிறைவாக ஒரு இரங்கல் கூட்டமானது மனது கொள்கையில் வலியுறுத்தப்பட்டுள்ளது. മറയൂർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ മോഹൻ എസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെൽവിൻ രാജുമായി തനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൃദയബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ മനോവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, മോഹൻ പറഞ്ഞു. അനുശോചന യോഗത്തിൽ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. സെൽവിൻ രാജ് അധ്യാപകൻ എന്നതിനപ്പുറം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു. നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. കയ്യിൽ നിന്നും പണം മുടക്കി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കി. ആ വേർപാട് നികത്താനാവാത്തതാണ്, അദ്ദേഹം പറഞ്ഞു. 2018 കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കുറച്ചു കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ സാറ് ആ സ്കൂളിലെ അധ്യാപകനായി മോഹൻ സാറും അതുപോലെ തന്നെ അബ്രഹാം സാറും ഒക്കെ ഉൾപ്പെടുന്ന അധ്യാപകരോടുൾപ്പെടെ ഒരു ഒറ്റക്കെട്ടായ ടീം വർക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് PTA ആവശ്യപ്പെട്ടത് ഈ കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക വാഹനങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ട് PTA ചർച്ച വരികയും അപ്പോൾ രാവിലെയും വൈകുന്നേരവും അബ്രഹാം സാറും സെൽവിൻ സാറും ഒക്കെ ഈ കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വഴിതെറ്റി പോകരുത് എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വളരെ ആ കൃത്യസമയത്ത് ഒരു 9 മണി മുതൽ ക്ലാസ് ആരംഭിക്കുന്ന 10 മണി വരെയും ക്ലാസ് അവസാനിക്കുന്ന 3:45 മുതൽ 4:30 വരെയും മുഴുവൻ കുട്ടികളെയും വീട്ടിൽ പറഞ്ഞയച്ചതിന് ശേഷമാണ് സാറ് മറ്റ് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ. അപ്പോൾ താൻ പഠിപ്പിക്കുന്ന തൻ്റെ ജോലി മാത്രമല്ല, നമ്മളോട് കൂടെ നിൽക്കുന്ന ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുതെന്ന ഉദ്ദേശത്തോടു കൂടി അത്ര കരുതലോടുകൂടിയാണ് ഒരു അധ്യാപകൻ ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. പ്രൊമോഷനായി വാഗുവരയിലേക്ക് സൂത്തുപാറയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു കാലത്ത് മറയൂരിലേക്ക് ഒരവസരം ലഭിക്കുകയാണെങ്കിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതാണ്, ഞാനൊരു തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ചതാണ്. സൂത്തുപാറ പോലുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ ആരും തന്നെ ജോലി ചെയ്യുന്നതിന് വരുമ്പോൾ ഒരു ട്രാൻസ്ഫറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ സൗകര്യപ്രദമായി വാഗുവരയിലോട്ട് വന്നാലും സൂത്തുപാറയും വാഗുവരയും ഒരേപോലെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് അവസരം ലഭിക്കുന്ന കാലം ഈ എസ്റ്റേറ്റ് മേഖലയിലെ വിദ്യാഭ്യാസ ആ സ്കൂളിൽ തന്നെയാണ് എനിക്ക് തുടരാൻ താല്പര്യം. മറയൂർ പോലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരൊക്കെ വരാൻ സാഹചര്യമുള്ളപ്പോൾ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് എനിക്ക് ഇഷ്ടമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എപ്പോൾ കണ്ടാലും സൗമ്യതയോടുകൂടി സംസാരിക്കുകയും നമ്മൾ കാണാണ്ട് പോയാൽ പോലും ഇങ്ങോട്ട് വന്ന് വർത്തമാനം പറഞ്ഞ് പോകുന്നൊരു അധ്യാപനയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും മരണമെന്നത് ആരുടെയും നിശ്ചയിക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കുറച്ചു കാലമെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം തുടർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൽ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിലും നാടിനും ഒരു സമൂഹത്തിനും തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറെ വൈകാരികമായിട്ടുള്ള ഓർമ്മകൾ പങ്കിട്ടാണ് പങ്കെടുത്തവരിൽ ഒട്ടുമിക്കവരും അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള വാക്കുകൾ ചുരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം R. ഈശ്വരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ ഹെൻറി ജോസഫ്, മറയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് റെജീന പാണ്ടിമണി, CPM ഏരിയ സെക്രട്ടറി V. സിജിമോൻ, CPI നേതാവ് ശശികുമാർ, ഗവൺമെൻറ് LP സ്കൂൾ PTA പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗവുമായ അനൂപ് കുമാർ, BJP ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയപാൽ സേതുരാമൻ,
BJP മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജ്കുമാർ, മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആൻ്റണി, ചോറ്റുപാറ ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകൻ പ്രകാശ് ആർ, വാഗുവര സ്കൂൾ അധ്യാപകൻ ദണ്ഡപാണി, ഗായത്രി ടീച്ചർ, ആൻസി അനൂപ് തുടങ്ങി നിരവധി പേർ അനുശോചനം അറിയിച്ചു. മറയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.